പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്ക് കണ്ണുകൾ അടച്ച് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം മാത്രമായ ഈശോയെ, നീ നൽകിയ നന്മകളല്ലാതെ മറ്റൊന്നും മേന്മ ഭാവിക്കുവാനായിട്ട് ഞങ്ങൾക്കില്ല. എൻ്റെ ഈശോയെ, നീ ദൈവജനത്തിന് ഇന്ന് നൽകുന്ന നന്മകൾ സ്വീകരിക്കുവാൻ തക്കവിധം ഇവരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. Amen. 1 യോഹന്നാൻ 1:1 പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന്. പ്രിയമുള്ളവരെ, ഒന്നിലും സന്തോഷം തോന്നാത്ത നമ്മുടെ കാലഘട്ടം, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം ഈ ലോകം തന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തൊരു സന്തോഷം. ഈശോ സ്വതന്ത്രനാണ് കേട്ടോ. ഈശോൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവിടെ നിന്നവൻ സന്തോഷമായി സമാധാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, അവിടെ 6-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നു, കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, കണ്ണുനീര് കൊണ്ട് എൻ്റെ തലയണ കുതിർന്നുവെന്ന്. എന്നെ ശ്രവിക്കുന്നവരെ, ഇന്നലെ രാത്രി പോലും കരഞ്ഞവര് ഈ സമൂഹത്തുണ്ട്. കണ്ണുനീര് കൊണ്ട് തലയണ കുതിർന്നവര് ഈ സമൂഹത്തിരിപ്പുണ്ട്. ഈശോ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. കാരണം അവൻ കണ്ണീർക്കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവനാ. നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ട് നിനക്ക് നന്മകൾ ചൊരിയുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്നവന് ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഈശോ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. ഈശോ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവിടുന്ന് ജോബിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ വെറുക്കുന്നുവെന്ന്. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നിങ്ങളെ ജീവിതത്തെ വെറുക്കപ്പെട്ട ദിവസങ്ങൾ, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു, പക്ഷെ എന്നെ ശ്രവിക്കുവാനായിട്ട് ആരുമില്ല, എൻ്റെ വേദനയിൽ എന്നെ താങ്ങുവാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയുടെ വക്കിലേക്ക് പോകുന്ന മനുഷ്യരെ നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ പറയുന്നു, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്നലകളിലുള്ള മുറിവുകളുടെ വേദനകളുമായിട്ട്, കഷ്ടതയുടെ വേദനയായിട്ട് അതിങ്ങനെ അയവിറക്കി വിഷമിറക്കുന്നത് പോലെ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നീ ഓർക്കുക, നിന്നെ ഇന്ന് യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ദിവസമാണ്. എന്തിനാണെന്നറിയോ? നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവവചനം ശ്രവിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം കേട്ടോ. ഈശോ സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കിയാണ്, തന്നെ വിളിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തുണ്ടോ? നമ്മുടെ ഈശോ നോക്കുമ്പോൾ കാപ്പട്യത്തോടുകൂടെയോ ദേഷ്യത്തോടുകൂടെയോ അല്ല, സുവിശേഷം ശ്രവിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, Praise the പ്രൈസ് ദി Lord. ലോർഡ്. Praise the ഒന്ന് Lord. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ. പുഞ്ചിരിയെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ് പുഞ്ചിരി. പുഞ്ചിരി നമ്മളെ ധന്യരാക്കുന്നു, ഉന്മേഷമുള്ളവരാക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടത് നമ്മുടെ പുഞ്ചിരി തൂകുന്ന മുഖമാണ്, പുഞ്ചിരി തൂകുന്ന ഹൃദയമാണ്. മറ്റുള്ളവരെ നാം അംഗീകരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് നമ്മിലെ നിഷ്കളങ്കമായ പുഞ്ചിരി. അതുകൊണ്ട് പുഞ്ചിരി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് പുഞ്ചിരി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. Praise the ഒന്നുകൂടെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാമോ? ഞാനിതൊരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ 78 വയസ്സുള്ള ഒരു അപ്പച്ചൻ 75 വയസ്സുള്ള ഒരു അമ്മച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ അമ്മ ഓടി വന്നിട്ട് എൻ്റെ കവിളിൽ 2 ഉമ്മ തന്നു. എന്നോട് പറഞ്ഞു, മോളെ, ഇത്രയും നാളായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കി ഒന്ന് ചിരിക്കാറില്ല. പുള്ളിക്കൊത്തിരി സ്നേഹമുണ്ട്, പക്ഷെ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ടില്ല.
ഇത് പറയണ കേട്ടപ്പോൾ ഈ 78 വയസ്സുള്ള അപ്പച്ചൻ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തു. നാളെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ മുതൽ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കുമെന്ന്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എങ്കിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ. നിന്റെ വേദനകൾ മാത്രം അയവിറക്കാതെ മറ്റുള്ളവന്റെ വേദന എൻ്റെ വേദനയാണെന്നൊന്ന് കണ്ടേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അവിടെ നിന്ന് നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. അവിടെ നിന്ന് നിന്നെ അളവുകളില്ലാതെ അതിരുകളില്ലാതെ സ്നേഹിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. ആ സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്നലകളെക്കുറിച്ചുള്ള വേദനയിലല്ല, ഇന്നലകളെക്കുറിച്ചുള്ള മുറിവുകളിലല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. കാരണം ഇന്നലകൾ നശിഞ്ഞു പോയി. ഇന്നലകൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഇല്ല. കാരണം ഇന്നലകൾ കഴിഞ്ഞു പോയി. നാളെ എന്ന് പറയുന്ന ദിവസം വരും. നമ്മളുണ്ടാകുമോ? ഉറപ്പില്ല. കാരണം ഇന്ന് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ നേരെ നോക്കി ആ ശ്വാസം ഒന്ന് ഊതിത്തന്നത് കൊണ്ടാണ് ഞാൻ ഇന്നും ഉണർന്നത്. നാളെ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഈ ശ്വാസം ഒന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വന്നില്ല എങ്കിൽ നമ്മളൊക്കെ ആരാ? വെറും ജഡമ. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് അഹങ്കരിക്കാൻ? എൻ്റേതെന്ന് പറയാനോ? ഞാൻ ഇത്ര നാൾ വരെ അവനുമായിട്ട് വഴക്കിടും, ഞാൻ അവളുമായിട്ട് പിണങ്ങിരിക്കും, എൻ്റെ മരണം വരെ ഞാൻ ഇങ്ങനെ പോകും എന്ന് പറയാനായിട്ട് നമുക്ക് അനുവാദമില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലുമുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പകർന്നു കൊടുത്തേ. എന്നിട്ട് ദൈവത്തോടൊന്ന് ചേർന്ന് നിന്നേ. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും കേട്ടോ. നിന്റെ ജീവിതത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കും. നിന്റെ ഭാരങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുത്ത് നിന്നെ സ്വാതന്ത്ര്യനാക്കാനായിട്ട് ശക്തനായവനാ. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ദൈവം സാധ്യമായിട്ട് കടന്നു വരും. നിന്റെ മുൻപിൽ എല്ലാ വാതിലുകളും അടയുമ്പോഴാ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ വാതില് തുറക്കപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. ഈശോ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. ഈശോ പറയുന്നു, മകനെ മകളെ, നീ വേദനയിൽ കഴിയേണ്ടവനല്ല, നീ നാളെയെക്കുറിച്ച് ചിന്തിക്കേണ്ടവനല്ല. ഇന്നിൻ്റെ ജീവിതത്തിൽ ഇന്നുള്ള ദുഃഖത്തെ മാത്രം നീ നോക്കുക. കാരണം ഒരു റോസാപ്പൂ വിരിയുന്നത് മുള്ളുകളുള്ള ചെടിയിൽ നിന്നാണ്. പക്ഷെ അത് വിടരുമ്പോൾ മറ്റുള്ളവർക്ക് എന്തൊരു മനോഹാരിത പകരുന്നു. ഓരോ ഇതളുകളും ഓരോ ജീവൻ്റെയും തുടിപ്പുകളായിട്ട് അത് മാറ്റുന്നു. അതിനുമുണ്ട് അതിൻ്റെ ജീവിതത്തിലെ മുള്ളുകൾ, വേദനകൾ. പക്ഷെ അത് വിടരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രശോഭിക്കാനാ. ഇതേപോലെ നമ്മളൊക്കെ പ്രശോഭിക്കേണ്ടവരാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈശോ നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനായതുകൊണ്ടാ. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ ആയതുകൊണ്ടാ. വർഷങ്ങൾക്ക് മുൻപ് 5 വർഷത്തോളം രോഗിയായി കിടന്ന എന്നെ ഈശോ സുഖപ്പെടുത്തി ഇന്നിവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഭാര്യയാണ്, 2 മക്കളുടെ അമ്മയാണ്. ഞാൻ ഈ വേദിയിൽ നിന്നൊരു വീട്ടമ്മയായ എനിക്ക് ഈശോയെ പ്രഘോഷിക്കുവാൻ തക്കവിധം ദൈവം എന്നെ തിരഞ്ഞെടുത്ത് മാറ്റിയെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെയും എന്നേക്കാൾ എൻ്റെ മുൻപിലിരിക്കുന്നവർ എത്രയോ ശ്രേഷ്ഠരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. നമ്മൾ വിചാരിക്കുന്നില്ല എൻ്റെ പ്രശ്നം വലുതാ, എൻ്റെ ജീവിതം പെരുവെള്ളം പോലെയാ, അതിനകത്ത് പാത വെട്ടാനായിട്ട് പറ്റില്ല. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സമുദ്രം പോലെയാ, അതിൽ വഴിവെട്ടാനായിട്ട് പറ്റില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനാ നിന്റെ യേശു, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനാ നിന്റെ ഈശോ. കാരണം നിനക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ട് കഴിവുള്ളവനാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്നവന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഭയപ്പെടേണ്ടട്ടോ, ഈശോ നിന്നെ അനുഗ്രഹിക്കും. ഭയപ്പെടേണ്ടട്ടോ, ഈശോ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കാണുന്നവരിലൊക്കെ യേശുവിനെ ദർശിക്കാനായിട്ട് സാധിക്കണം. മദർ തെരേസ പറഞ്ഞു, ഇനി കാണുന്നവർക്കൊക്കെ യേശുവാകണം.
കാണുന്നവരിലൊക്കെ നീ യേശുവിനെ ദർശിക്കണമെന്ന് ഇങ്ങനെ ദർശിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 5 വർഷക്കാലം വരെ ഒരു തളർവാദ രോഗിയെ പോലെ തളർന്ന കിടപ്പിലായപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ലോകത്തോട് ഒത്തിരിയേറെ മർദ്ദരിച്ചു, ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ചു, പല പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ പോയി, എൻ്റെ വീട്ടുകാർ ഒത്തിരി പൂജകൾ കഴിച്ചു. പക്ഷെ അതിനൊന്നിനും എന്നെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. എന്നെ ആരൊക്കെയോ പള്ളിയിൽ കൊണ്ടുപോയി. അവിടെ ധ്യാനഗുരു പറയുകയാണ്, ദൈവം സ്നേഹമാണ് മക്കളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു, എവിടെയാണ് ഈ ദുഷ്ടനായ ദൈവം ഇരിക്കുന്നത്? എവിടെയാണ് ഈ ക്രൂരനായ ദൈവം ഇരിക്കുന്നത്? ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ഇയാൾക്ക് കണ്ണോ കാതോ ഉണ്ടായിരുന്നെങ്കിൽ ഈ 5 വർഷം എന്നിങ്ങനെ കിടത്തുമായിരുന്നു. എൻ്റെ ചിന്തയായിരുന്നു, എൻ്റെ വാക്കുകളായിരുന്നു. പക്ഷേ ബ്രദർ വീണ്ടും വീണ്ടും എന്നെ നോക്കി പറയും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, ഒരു ചെരുപ്പോ ഒരു കല്ലോ കിട്ടിയെങ്കിൽ ഈ മനുഷ്യനെ ഒന്ന് എറിയണം, ഇയാൾ ഇവിടെ നിന്ന് ഓടിക്കണം. കാരണം ഇയാൾ നുണയല്ലേ പറയുന്നത്, ദൈവം സ്നേഹമാണെന്ന്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ ആ ബ്രദറിലൂടെ ഒരു വചനം പറയുകയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 5-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരൊറ്റ വചനമാ എന്നെ എഴുന്നേൽപ്പിച്ചത്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടി. 5 വർഷമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഒരുരുള്ള ചോറ. ഈ ഒരുരുള്ള ചോറ് കഴിച്ചാൽ ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി രക്തം ഛർദ്ദിക്കുമായിരുന്നു. എത്ര വിശന്നാലും വീട്ടിലെ പറയാറില്ല, പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം തരാൻ പേടിയാ. പക്ഷേ എൻ്റെ ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ വീട്ടുകാരൊത്തിരി സ്നേഹമുള്ളവരാണ് കേട്ടോ. അവരെന്നെ തോളിൽ കിടത്തിയ ഉറക്കിയത്, മടിയിലിരുത്തിയാൽ ലാളിച്ചത്. പക്ഷേ 1 യോഹന്നാൻ 4:8 പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാ. ഇവരുടെയൊക്കെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ അന്ന് എഴുന്നേറ്റ് ഓടി വന്നു. ഒത്തിരിയേറെ ആദ്യമായിട്ട് എൻ്റെ വയർ നിറയെ ഞാൻ ഭക്ഷണം കഴിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ് കേട്ടോ. എന്നോടൊരു വൈദികൻ ഒരിക്കൽ ചോദിച്ചു, ഷൈജ, അന്ന് എഴുന്നേറ്റ് നടന്നിട്ട് നീ വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ? ഇന്ന് 2 മക്കളുണ്ട്, നീ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? ഞാൻ പറഞ്ഞു, അച്ഛനല്ലല്ലോ എന്നെ തൊട്ടത് എൻ്റെ സ്വർഗസ്ഥനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ഏത് രീതിയിൽ വേദനിക്കുന്നുവോ അവിടെ തൊട്ടാൽ അവിടെ സൗഖ്യമാ. ഇന്നും സൗഖ്യം നൽകാനായിട്ട് കഴിവുള്ളവനാ. നമ്മളൊക്കെ ചില രീതിയിൽ ചില സമയങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടില്ലേ, അന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തവനാ യേശു ക്രിസ്തു എന്ന്. പ്രിയമുള്ളവരെ, അന്ന് അത്ഭുതം ചെയ്ത യേശു ക്രിസ്തു ഇന്നും നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാനായിട്ട് സന്നദ്ധനായി നിന്റെ നടുവിൽ നിൽക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. നമ്മൾ ആരുടെ മധ്യയാ കൂടിയിരിക്കുന്നേ? ആരുടെ നാമത്തിലാ കൂടിയിരിക്കുന്നേ? യേശുവിൻ്റെ നാമത്തിലാ. നമ്മുടെ മധ്യ ആരുണ്ട്? യേശു ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ, നമ്മളിപ്പോൾ ആരെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നുവോ, നിങ്ങളുടെ മനസ്സുകൾ ഏതെല്ലാം വിധത്തിലേക്ക് പോകുന്നുവോ, പേടിക്കണ്ട കേട്ടോ, പല വിചാരമാണെന്ന് പറഞ്ഞ്. കാരണം ഇതെല്ലാം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി ഈശോ നിന്റെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഈശോ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഈശോ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി എത്രയോ ഭാഗ്യമുള്ളവരാ. അവർക്ക് കെട്ടിപ്പിടിച്ചിരിക്കാൻ ഒരു കുരിശുരൂപവും, മടിയിൽ വെച്ച് വായിക്കാൻ ഒരു ബൈബിളും, ഹൃദയം കാണിച്ച് ആരാധിക്കാൻ ഒരു സക്രാരിയും ഉണ്ടെങ്കിൽ അവൻ എത്രയോ ഭാഗ്യവാനാ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്രയോ തവണയാ ഒരു ദേവാലയത്തിൽ പോയിരിക്കുന്നത്. കെട്ടിപ്പിടിച്ചിരിക്കാൻ ഒരു കുരിശുരൂപം അവിടെയുണ്ട്, മടിയിൽ വെച്ച് വായിക്കാനായിട്ടൊരു ബൈബിളുണ്ട്, ഹൃദയം കാണിച്ച് ആരാധിക്കാനായിട്ടൊരു സക്രാരിയുണ്ട്. ഇവ 3ന്റെ മുൻപിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളൊക്കെ ആരാ? ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോ ഇന്നും ജീവിക്കുന്നവനാ.
നീ ഇവിടെ ഇരുന്നുകൊണ്ട് ഏതെല്ലാം മേഖലയിലേക്ക് ഈശോയെ വിളിച്ചോ അവൻ കടന്നു വരും കേട്ടോ. ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായി പോയി. അവിടെ ചെന്നപ്പോൾ തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. എൻ്റെ അടുത്തൊരു വൈദികൻ പറഞ്ഞു അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളാൻ. ഞാൻ ഓർത്തു, ഈ വെറും പുഴുവായ വീട്ടമ്മയായ ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടേ? പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ യേശു എന്ന നാമത്തിന് ശക്തിയുണ്ട്. യേശു ക്രിസ്തു എന്ന നാമത്തിന് സൗഖ്യമുള്ളതാ. ഞാൻ പറഞ്ഞു നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചന പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു. എനിക്ക് തോന്നി ഇവളെ ഈശോ തൊടുമെന്ന്. കാരണം എൻ്റെ വിശ്വാസം കൂടെ വർദ്ധിക്കണം. കാണുന്നവർക്കൊക്കെ യേശു എന്നും ജീവിക്കുന്നവനാണെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, അവൾ നടന്ന് കാണിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവിന് എൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇവൾ ഇപ്പോൾ എഴുന്നേൽക്കണം. പ്രിയമുള്ളവരെ, കണ്ണ് തുറന്ന് നോക്കി നിൽക്കേ ഇവൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈശോ പിടിച്ചിരിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, എഴുന്നേറ്റോളാൻ പറഞ്ഞു. ഇവളെ ആരോ കൈ പിടിച്ച കണക്ക് ഇവൾ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. ഇവൾ അൾത്താരയിലോട്ട് ഓടി. അവിടെ നിന്നും പ്രാർത്ഥിച്ച് കരയാൻ തുടങ്ങി. 2 മണിക്കൂർ വരെ ഇരിക്കാതെ ഇവള് ഓട്ടം തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ? വരുമോ? വരും കേട്ടോ. നിങ്ങൾ എവിടെ വിളിച്ചാലോ അവൻ വരും. കാരണം യേശുവിൻ്റെ സ്വഭാവം പോലും കരുണയാ. അവൻ പാപത്തെ വെറുക്കും, പാപിയെ സ്നേഹിക്കും. നമ്മൾ വിചാരിക്കും ഞാൻ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് യേശു വരാത്തത്? ഒരിക്കലും ഇല്ലട്ടോ. നീ വിളിക്കുന്നിടത്ത്, നീ ആഗ്രഹിക്കുന്നിടത്ത് വരാനായിട്ട് അവൻ സന്നദ്ധനാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരിടത്ത് പ്രാർത്ഥനയ്ക്കായി പോയപ്പോൾ ഒരാൾ പറഞ്ഞു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചെന്ന് നോക്കി. കാരണം ഏതായാലും എന്നോട് പറഞ്ഞതല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം തല വലുതും ഉടല് നേർത്തതുമായ ഒരു 12 വയസ്സുകാരനെ സ്കെച്ചറിൽ കിടത്തി കൊണ്ടുവന്നതായിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവൻ്റെ കൂടെ 8 പേരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് യേശുവിനെ വിളിക്കാം. അവനാണ് സൗഖ്യം തരുന്നവൻ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമത്തിനും ശക്തിയില്ല. യേശു എന്ന നാമത്തിന് ശക്തിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോൾ വല്ലാത്തൊരു അപശബ്ദവും കരച്ചിലും ബഹളവും കേട്ടു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴെനിക്ക് കാണുവാൻ സാധിച്ചത് ഇവൻ്റെ തല ചെറുതാവുകയും ഉടല് വീർക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇങ്ങനെയുള്ള യേശു ക്രിസ്തുവാണട്ടോ ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നീ എവിടെ വിളിച്ചാലും അവൻ വരും. നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈശോ വരും കേട്ടോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഈശോ നിന്നെ അനുഗ്രഹിക്കുകയാണ്, ഈശോ നിന്നെ അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും സൗഖ്യദായകന്റെ യേശുവിൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കല്ലേ, ഇന്നലകളെക്കുറിച്ച് വേദനിക്കല്ലേ, നാളെയെക്കുറിച്ച് പ്രതീക്ഷയ്ക്കപ്പുറം നിന്റെ ഭാവന പോകല്ലേ. ഇന്ന് എൻ്റെ യേശുയ്ക്ക് വേണ്ടിയിട്ട് നിനക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ ജീവിച്ചല്ലേ, നമ്മളൊക്കെ എത്ര വയസ്സ് വരെ ജീവിച്ചു, എന്തുമാത്രം നന്മ നമ്മൾ ചെയ്തു. ആർക്ക് വേണ്ടിയാ? എൻ്റെ വീടിന്, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ഒരുപാട് ആത്മാക്കളെ നീയും നേടണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മളെപ്പോലെ തകർന്നിടക്കുന്ന ഒത്തിരി മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ജ്വലിക്കാനാ. ഒരു മനുഷ്യൻ്റെ ആയുസ് 70 80 വർഷമെന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ 100 120 വയസ്സ് അവൻ്റെ നന്മ കൊണ്ട് ദൈവം ദീർഘായുസ്സായിട്ട് കൊടുക്കുമെന്നും എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മളിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സുകളെ തുലനം ചെയ്യാൻ പോവുകയാണ്. ഒന്ന് അവരവരുടെ വയസ്സുകളെ ഒന്ന് ചിന്തിച്ചേ. എനിക്ക് ഇത്ര വയസ്സായി. ഒരു മനുഷ്യൻ ജനിച്ച് 10-15 വയസ്സാകുമ്പോൾ അവൻ്റെ ഒരു ദിവസത്തോട് തുലനം ചെയ്യുമ്പോൾ അവൻ്റെ ദിവസം ഒരു 7-7:30 മണി സമയം കഴിഞ്ഞു. 20-25 വയസ്സാകുമ്പോൾ അവൻ്റെ ദിവസം ഒരു 10 മണി സമയം കഴിഞ്ഞു. 30-35 വയസ്സാകുമ്പോൾ അവൻ്റെ ജീവിതം ഒരു 12 മണിയോടടുത്തു. 40-45-50 വയസ്സാകുമ്പോൾ അവൻ്റെ ജീവിതം ഒരു 2 മണിയോടടുത്തു. 55-60 വയസ്സാകുമ്പോൾ അവൻ്റെ ജീവിതം 3 മണിയും കഴിഞ്ഞു.
60, 65, 70 വയസ്സാകുമ്പോൾ അവൻ്റെ ജീവിതം എവിടം വരെ എത്തിയെന്ന് ഞാൻ പറയണോ? കാരണം സൂര്യൻ ഇനി അസ്തമിക്കാനായിട്ട് അധികം സമയമില്ല. ഉണ്ടോ സമയം? ഇല്ലട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വയസ്സ് കണക്കിലെടുത്തിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും ഞാൻ എപ്പോൾ ജ്വലിക്കണം, ഇനിയും ഞാൻ ഇന്ന് വരെ ജീവിച്ചതുപോലെയാണോ? അല്ലട്ടോ. ഇനിയും നീ ജ്വലിക്കണം. നിന്റെ ജീവിതം എത്രമാത്രം ഉണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ട് അതൊരു വെറും കണക്ക് മാത്രമാണെങ്കിലും ഈശോയെ ഞാൻ എത്ര ആത്മാക്കളെ നേടണം, ഇന്ന് വരെ ഞാൻ ജീവിച്ചു, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി സമ്പത്തുണ്ടാക്കി, പക്ഷെ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എത്ര ആത്മാക്കളെ ഞാൻ നേടിക്കൊടുത്തു. ഇതായിരിക്കണം ഓരോരുത്തരുടെയും ചിന്ത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ, ഞാൻ നിന്നെ എളിയിലെടുത്തുകൊണ്ട് നടക്കും, മടിയിലെടുത്ത് ലാളിക്കും, ഒരമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ വേദനയില്, നീ ഒറ്റപ്പെടുന്ന നിമിഷത്തില്, ഇനിയും നിനക്കുള്ള നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങളില്, മുറിപ്പെടുത്തുന്ന ഓർമ്മകളില്, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളില് ഈശോ നിന്നെ എളിയിലെടുത്തുകൊണ്ട് നടക്കും കേട്ടോ. മടിയിലെടുത്ത് ലാളിക്കും, ഒരമ്മയെപ്പോലെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയുടെ മുൻപില് ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കാൻ പോകുക. എൻ്റെ ഈശോ, ഇത്ര നാൾ വരെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു, എൻ്റെ വേദനകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ എണ്ണപ്പെട്ട ദിനങ്ങളാക്കി ഞാൻ കൊണ്ടുപോയി. പക്ഷേ ഇന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും. ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്മ ചെയ്ത് അങ്ങോട്ട് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദർ തെരേസയുടെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. മദർ തെരേസ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ ഫലം പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ ഫലം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഫലം സേവനമാണ്, സേവനത്തിൻ്റെ ഫലം സമാധാനമാണ്. പ്രിയമുള്ളവരെ, നിശബ്ദതയിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വേണ്ടെങ്കിൽ വിശ്വാസമുണ്ട്, വിശ്വാസം വേണമെങ്കിൽ സ്നേഹമുണ്ടാകണം, സ്നേഹമുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ തോന്നൂ, സേവനമുണ്ടെങ്കിലേ നിന്റെ മനസ്സിൽ സമാധാനമുണ്ടാകൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്, എൻ്റെ ഈശോയെ, നിനക്ക് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലേട്ടൊന്ന് ഈശോയെ വിളിച്ചേ. ഇപ്പോൾ അവൻ വരാൻ സന്നദ്ധനാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരും ദുഃഖിതരാണ്, രോഗികളാണ്, വേദന അനുഭവിക്കുന്നവരാണ്. ഈശോയെ, നീ കടന്നു വരണമേ, സൗഖ്യദായകനായി കടന്നു വരണമേ, സമാധാന പാലകനായി കടന്നു വരണമേ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളുടെ ജീവിതങ്ങളിലേക്കും എൻ്റെ ഈശോയെ വലിയ ശക്തി അവിടെ നിന്ന് പ്രവഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി. ആമേൻ.